രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി, ഉത്തരവ് വരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരവ്. ജാമ്യാപേക്ഷയിൽ ഉത്തരവ് മറ്റന്നാളാണ് വരിക. ആ ഉത്തരവ് വരുന്നത് വരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യ കേസിൽ ഹൈക്കോടതിയും അറസ്റ്റ് തടഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട ഉത്തരവ് മുന്നോട്ട് വെച്ചിരുന്നു. ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നു. ആദ്യ കേസിലും അറസ്റ്റ് പാടില്ല, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന 15-ാം തീയതി വരെയാണ് ആ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BL അരുൺ ചേരുകയാണ്. അരുൺ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായ ഒരു ആശ്വാസം, താൽക്കാലികമായെങ്കിലും രണ്ട് കേസിലും ഒരു ആശ്വാസം വരികയാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ട്. എന്താണ് കോടതി പറയുന്നത്? അനൂപെ, വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും മറ്റന്നാൾ ആണ് രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വോട്ട് ചെയ്യാൻ പത്തനംതിട്ടയിൽ എത്തുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ ചോദ്യം എന്ന് പറയുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ ആദ്യഘട്ട വോട്ടിംഗ് ഇന്ന് നടക്കുകയാണ്. തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, പത്തനംതിട്ടയില്, എറണാകുളത്ത് ഒക്കെ ആയിട്ട് ഈ പറയുന്ന ആദ്യഘട്ട വോട്ടിംഗ് ഇന്ന് നടക്കുമ്പോൾ തന്റെ വീട് സ്ഥിതി ചെയ്യുന്ന അടൂരില് രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ള കാര്യമാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ആദ്യത്തെ കേസിൽ ആദ്യം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ഉന്നയിച്ച് മുഖ്യമന്ത്രി കൈമാറിയ പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുത്, നോ ടു അറസ്റ്റ് എന്ന് ഹൈക്കോടതി എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ സെഷൻസ് കോടതി ആ കേസ് പരിഗണിച്ചപ്പോ അന്ന് രാഹുലിന് ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ എത്തുകയും അവിടെ നിന്ന് നോട്ട് ടു അറസ്റ്റ് എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തുകയും 15-ാം തീയതി വീണ്ടും ഇതിന്റെ വാദം കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിവെക്കുകയും ചെയ്തത് ഹൈക്കോടതി. എന്നാൽ ഇന്നലെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇന്നലെ ഇപ്പോ അതിന്റെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. ആ കേസ് ഏത് KPCC പ്രസിഡന്റിന് മെയിൽ അയച്ച കേസ്, KPCC പ്രസിഡന്റിനോട് പാർട്ടി നടപടിയെടുക്കണമെന്ന് പറഞ്ഞ കേസ്, ഊരും പേരും പറയാതെ 23 വയസ്സുകാരിയായ താനെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ KPCC പ്രസിഡന്റും പ്രസ്ഥാനവും പാർട്ടിയും നടപടിയെടുക്കണമെന്ന് പറഞ്ഞ കേസ്. ആ KPCC പ്രസിഡന്റ് പരാതി വന്നു ഉടനടി അതിന്റെ തീവ്രത അളക്കാനോ അതിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലാനോ നിന്നില്ല. ഉടനടി DGPക്ക് ആ മെയിൽ പരാതി ഫോർവേഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ആ കേസിൽ ഇന്നലെ രാഹുലിന്റെ ആദ്യ കേസിൽ ജാമ്യം നിഷേധിച്ച അതേ കോടതി തന്നെ ഇന്നലെ രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വീണ്ടും നാളെ വാദം കേൾക്കും. പക്ഷേ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സാങ്കേതികമായിട്ട്. അപ്പോ ഈ രണ്ട് പരാതികളിലും രണ്ട് കേസുകളിലും അറസ്റ്റ് തടഞ്ഞ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടം ഇന്ന് പത്തനംതിട്ടയിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ള കാര്യം വലിയ ചോദ്യം ഉയരുകയാണ്. എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ടയിൽ ഈ പറയുന്ന വോട്ടിങ്ങിന് വന്നാലും ഇല്ലെങ്കിലും ശരി, നാളെ ഈ കേസ് വീണ്ടും പരിഗണിക്കും. ഇതിൽ ജാമ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നാളെ തീരുമാനിക്കും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം വലിയ ആശ്വാസപരമായ ഒരു അന്തരീക്ഷം അത് നിയമത്തിന്റെ ഭാഗത്തു നിന്ന്, കോടതിയുടെ ഭാഗത്തു നിന്ന് രാഹുലിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന തലക്കെട്ടുകളോ നമ്മൾ കാണുന്ന വാർത്തകളോ നമ്മൾ കാണുന്ന സ്റ്റോറികളോ അല്ല ഈ പറയുന്ന കോടതിക്ക് മുന്നിൽ കോടതിയുടെ പരിഗണനാ വിഷയം എന്നുള്ളത്. അത് നിയമത്തിന്റെ പിൻബലവും നിയമത്തിന്റെ സാധുതകളും മാത്രമാണെന്ന് കോടതി തെളിയിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെല്ലാവരും വാർത്തകളിൽ കാണുന്ന ഈ നമ്മുടെ കേരളത്തിലെ മാപ്രകൾ പടച്ചുവിടുന്ന തലക്കെട്ടുകൾ, ആ തലക്കെട്ടുകളാണ് കോടതിയുടെ പരിഗണനാ വിഷയമെങ്കിൽ, അല്ലെങ്കിൽ മാപ്രകൾ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നോട്ട് ടു അറസ്റ്റിലേക്ക് കോടതി പോകുമോ? ഒരിക്കലുമില്ല. ഇവിടെ മാപ്രകൾ പറയുന്നത് മാത്രം എന്താണ്? ഈ പറയുന്ന ഇരയുടെ മൊഴി അല്ലെങ്കിൽ പരാതി ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തി അതിനെ പൊടിപ്പും തുങ്ങലും വെച്ച് അതിനെ സെൻസേഷൻ ആക്കാൻ വേണ്ടി, അതിനെ കുറച്ചുകൂടി ഇക്കിളി കഥകളാക്കാൻ വേണ്ടി, പൈകിളി കഥകളാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ പൊടിപ്പും തുങ്ങലുകളും അതുപോലെ തന്നെ തലക്കെട്ടുകളുമാണ്.
പക്ഷെ കോടതിയിൽ എത്തിക്കുമ്പോ ഇങ്ങനെ പൊടിപ്പും തുങ്ങലുകളുമില്ല, അതിന് സെൻസേഷനുകളില്ല, അതിന് ബ്രേക്കിങ്ങുകളില്ല, അതിന് എക്സ്ക്ലൂസീവുകളില്ല. കോടതിയിൽ എത്തിക്കുമ്പോ ഈ കാര്യങ്ങൾക്ക് ആകെയുള്ള പിന്തുണ എന്ന് പറയുന്നത് നിയമത്തിന്റെ സാധുതയും നിയമത്തിന്റെ പിൻബലവുമാണ്. നിയമത്തിന്റെ മുന്നിൽ അവിടെ വാദി ഉണ്ടാകുമ്പോ ഇരയുണ്ടാകും, ഇരയുണ്ടാകുമ്പോ വാദി ഉണ്ടാകും, പ്രതി ഉണ്ടാകും, വാദിയും പ്രതിവാദിയും ഉണ്ടാകും, ഇരയും കുറ്റക്കാരനും ഉണ്ടാകും. അവിടെ രണ്ടുപേരും ഉണ്ടാകും. രണ്ടുപേരെയും ഒരുപോലെ കോടതി കേൾക്കും. എന്നിട്ടാണ് കോടതി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാമത്തെ കേസിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, തിരുവനന്തപുരത്ത് നിന്നുള്ള സെഷൻസ് കോടതി എന്ത് ചെയ്യുന്നത്, നോട്ട് ടു അറസ്റ്റ്, അറസ്റ്റ് തടഞ്ഞു എന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്. കാരണം അവിടെ രാഹുലിനെ കേൾക്കാൻ തയ്യാറായി. ആദ്യത്തെ കേസിലും രാഹുലിനെ കേൾക്കാൻ തയ്യാറായി തന്നെയാ. പക്ഷേ അവിടെ സെഷൻസ് കോടതി അത്തരത്തിൽ ജാമ്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ നോട്ട് ടു അറസ്റ്റിലേക്ക് കടക്കാത്തത് അത് അതിന്റെ ഒരു സ്വാഭാവിക നടപടി പ്രക്രിയ മാത്രമാണ്. ഇന്നലെ എന്തുകൊണ്ട് കടന്നു എന്ന് ചോദിച്ചാൽ ആദ്യ കേസിൽ ഹൈക്കോടതി ഓൾറെഡി നോട്ട് ടു അറസ്റ്റിലേക്ക് കടന്നു. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഇതേ സെഷൻസ് കോടതി ആദ്യ കേസിൽ ജാമ്യം നിഷേധിച്ച അതേ സെഷൻസ് കോടതി രണ്ടാമത്തെ കേസിൽ കടുത്ത നടപടികൾ പാടില്ല എന്നുള്ള നിർദ്ദേശം പോലീസിന് മുന്നിൽ വെക്കുന്നത്. അപ്പോ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം രാഹുൽ ഈ പറയുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നപ്പോ അന്ന് തന്നെ രാഹുൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. താൻ കുറ്റക്കാരനല്ലെന്ന് ബോധ്യമുള്ളിടത്തോളം കാലം, കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന്. ആ നിയമ പോരാട്ടത്തിന് വലിയ ഊർജമാവുകയാണ് കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ നിരീക്ഷണങ്ങൾ എന്നുള്ളത്. അപ്പോ ഇങ്ങനെ രണ്ട് കേസിലും ഇപ്പൊ രണ്ട് പരാതികളാണ് ഒഫീഷ്യലി പോലീസിന്റെ മുന്നിലുള്ളത്. രണ്ട് അന്വേഷണ സംഘങ്ങൾ നിലവിൽ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോ ഈ രണ്ട് കാര്യങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന രണ്ട് പരാതികളിലും കടുത്ത നടപടികൾ വേണ്ട എന്നും അതുപോലെ തന്നെ നോട്ട് ടു അറസ്റ്റ്, അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി നിർദ്ദേശങ്ങൾ പോലീസിന് മുന്നിൽ വെക്കുമ്പോ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെക്കുമ്പോ, ഇന്ന് പത്തനംതിട്ടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടിംഗ് നടക്കുന്ന പത്തനംതിട്ടയിൽ, തെക്കൻ ജില്ലകളിൽപ്പെട്ട പത്തനംതിട്ടയിൽ ഇന്ന് വോട്ടിംഗ് നടക്കുമ്പോൾ അവിടെ വോട്ട് ചെയ്യാൻ അടൂരില് വോട്ടർമാരിൽ ഒരാളായിട്ട് രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അയാൾ ഒരു പക്ഷേ ഇന്ന് പത്തനംതിട്ടയിലെത്തി തന്റെ വോട്ട് അയാൾ അത് ആ പറയുന്ന സമ്മതിദാന അവകാശം വിനിയോഗിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും ഉണ്ട് താനും. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ വീഡിയോയിൽ സംസാരിച്ചതുപോലെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ അടൂരിൽ നിന്നുള്ള ഈ പറയുന്ന രാഹുലിന്റെ സുഹൃത്തുക്കള് ഒക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സ്ഥാനാർത്ഥികളാണ്. അവിടെ അവരൊക്കെ സ്ഥാനാർത്ഥികളാവുമ്പോ രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ ഇന്ന് പത്തനംതിട്ടയിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. അയാൾ അവിടെ വോട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം രണ്ട് കേസിലും എന്താണെങ്കിലും കടുത്ത നടപടികൾ പാടില്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ എന്താ പറയേണ്ടത്, വോട്ട് ചെയ്യാൻ എത്തുമെന്നുള്ളത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതികൾ കോടതിയിലേക്ക് എത്തുമ്പോൾ, നിയമത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ, ജുഡീഷ്യറിക്ക് മുന്നിലേക്ക് ഈ പരാതികൾ വന്നു കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിഫലനം അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഇത്രയും ദിവസം കേരളത്തിലെ മാധ്യമ വിചാരണകൾക്കിടയിൽ കോടതികളെക്കാളും വലിയ കോടതി മാധ്യമങ്ങളായി മാറുന്ന, ന്യൂസ് റൂമുകൾ വലിയ കോടതികളായി മാറുന്ന, അല്ലെങ്കിൽ ഈ ജുഡീഷ്യറിയുടെ ഏറ്റവും അവസാനത്തെ ഹയറാർക്കിയിലെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അവര് കോടതിയേക്കാൾ വലിയ നിയമ പോരാട്ടം നടത്തുന്നവരായിട്ട് നമ്മുടെ മുന്നിൽ വലിയ പ്രകടനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടില്ല. തലക്കെട്ടുകൾ നൽകിക്കൊണ്ട്, ബിഗ് ബ്രേക്കിങ്ങുകൾ നടത്തിക്കൊണ്ട്, തെളിവുകൾ പുറത്തിട്ടുകൊണ്ട്, അതുപോലെ കോടതി പോലും ചെല്ലാത്ത രീതിയിലുള്ള വലിയ ഇഴകീറിയുള്ള ഈ പറയുന്ന പ്രവർത്തനങ്ങൾ, പരിശോധനകളൊക്കെ നടത്തുന്നത്, ഈ തെളിവുകൾ ഹാജരാക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത ചോദ്യം ഞാൻ ഇന്നലെയും ചോദിച്ചതാ, ഇവരാരാണ്? കേരളത്തിലെ മീഡിയകളാണോ? ഈ മീഡിയക്ക്, വാർത്താ മാധ്യമങ്ങൾക്ക്, ദൃശ്യമാധ്യമങ്ങൾക്ക് എന്താണ് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ, ജുഡീഷ്യറിയിൽ അവരുടെ സ്ഥാനം എന്താണെന്ന് ഞാൻ ഇന്നലെയും ചോദിച്ചതാ. അങ്ങനെ ഒരു സ്ഥാനമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല.
എന്തെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സാധാരണക്കാരായ മനുഷ്യൻ വാദിയായിട്ടോ പ്രതിയായിട്ടോ സാക്ഷിയായിട്ടോ ഒക്കെ പങ്കെടുക്കുന്നത് പോലെ ഇവർക്കും പങ്കെടുക്കാമെന്നല്ലാതെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ഒരു സ്ഥാനവുമില്ലാത്ത മാധ്യമങ്ങൾ മാധ്യമ വിചാരണ നടത്തിക്കൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ, തേജോവധം ചെയ്യാൻ, വ്യക്തിഹത്യ ചെയ്യാൻ ഒരു ഭാഗം മാത്രം ഏറ്റുപിടിച്ചുകൊണ്ട് അവൾക്കൊപ്പം എന്നുള്ള ഹാഷ്ടാഗുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് വലിയ സെൻസേഷനുകൾ ഉണ്ടാക്കാൻ വേണ്ടി, വ്യൂവർഷിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ അവർ നടത്തുന്നത് വ്യക്തിഹത്യയാണ്, അധിക്ഷേപമാണ്, ഒരു മനുഷ്യനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തലാണ്. വെർബൽ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരാരാണ്? ഇവരാണോ ഈ രാജ്യത്തെ കോടതി? ഇവരാണോ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ? എന്തൊക്കെയാണെങ്കിലും ഇവർക്ക് കൂടിയേറ്റ വലിയ തിരിച്ചടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുലിനെതിരെ പരാതി വരുമ്പോ, അല്ലെങ്കിൽ രാഹുലിനെതിരെ ആരോപണങ്ങൾ വരുമ്പോ വലിയ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുന്ന ആളുകൾ, വലിയ ആക്രോശങ്ങൾ നടത്തുന്ന ആളുകൾ, പേപ്പട്ടി കുരക്കും പോലെ കുരക്കുന്ന മാപ്രകൾ, മാധ്യമ പ്രവർത്തകർ, ന്യൂസ് റൂമിനെ കോടതികളാക്കാനും കോടതികളെക്കാൾ വലിയ നടപടിക്രമങ്ങൾ ന്യൂസ് റൂമിൽ നടത്താനും ശ്രമിക്കുന്ന ആളുകൾ, അവർക്കൊന്നും ഇന്നലെ കോടതി നോട്ടും അറസ്റ്റും അതുപോലെ കടുത്ത നടപടികളും പാടില്ലെന്ന് പറയുമ്പോ ആ ആവേശം പാടെ ചോർന്നു പോവുകയാണ്. വല്ലാത്തൊരു മ്ലാനതയാണ് ഇവരുടെയൊക്കെ മുഖത്ത്, വല്ലാത്തൊരു മൂകതയാണ് ഇവരുടെയൊക്കെ മുഖത്ത്. ആ പ്രസരിപ്പും ആ ഉത്സാഹവും ഒക്കെ എവിടെയൊക്കെയോ ചോർന്നു പോയ ഒരു പ്രതീതി നമ്മൾക്ക് കാണാൻ കഴിയുന്നു. കാരണം എന്താ? വല്ലാതെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ കൂട്ടർ, ഈ മാപ്രകൾ, ഈ വേട്ടക്കാർ, ഈ മാധ്യമ വിചാരണക്കാർ വല്ലാതെ ആഗ്രഹിച്ചു രാഹുലിന്റെ അറസ്റ്റ്. രാഹുലിനെ പോലീസ് തൂക്കിയെടുത്ത് അഴിക്കുള്ളിൽ ഇടുന്നത് ഇവർ വല്ലാതെ സ്വപ്നം കണ്ടു. ആ കാഴ്ച കാണാൻ വേണ്ടി ഇവർ വല്ലാതെ വെമ്പൽ കൊണ്ടു എന്നുള്ളതാണ്. അത് കാണാൻ കഴിയാതെ വരുമ്പോ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് അറിയുമ്പോ, കോടതി പല നിരീക്ഷണങ്ങളും നടത്തുമ്പോ, ബ്രേക്കിങ്ങുകളും സെൻസേഷനുകളും എല്ലാം കോടതിയുടെ പരിഗണനാ വിഷയമെന്ന് കോടതി പറയുമ്പോ ഇവർക്ക് എന്തോ വല്ലാത്ത വേദന, വല്ലാത്ത ഒരു കൃമികടി, വല്ലാത്ത ഒരു കുരുപൊട്ടൽ, മ്ലാനതയാണ്, വല്ലാത്ത സങ്കടമാണ്, ദുഃഖം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ് ഇവരുടെ ന്യൂസ് റൂമുകളിൽ. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ടയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.